ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഞാനിപ്പോൾ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ച ഡ്രൈവിംഗ് മിസ്റ്റേക്കുകൾ. ഒന്ന്, തുടക്കക്കാർ ഡ്രൈവിംഗിൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു അബദ്ധം മിസ്റ്റേക്കാണ് ഞാൻ നിങ്ങളെ ആദ്യം കാണിച്ചത്. രണ്ടാമത്, വാഹനം വർഷങ്ങളായിട്ട് ഓടിക്കുന്നവർ ഡ്രൈവ് ചെയ്തു പോകുന്നതിനിടയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലം കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഹൈ ഫ്രണ്ട്സ്, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന തുടക്കക്കാർ ഡ്രൈവിങ്ങിൽ വളരെ നിർബന്ധമായിട്ട് കയറ്റങ്ങളിൽ ഈ 2 ഗിയറുകൾ ഒരു കാരണവശാലും ഈ മെത്തേഡുകളിൽ ഉപയോഗിക്കാനായിട്ട് പാടില്ല. ചില ആൾക്കാരെങ്കിലും വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ കയറ്റങ്ങളിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും ചില അബദ്ധങ്ങൾ ഡ്രൈവിങ്ങിൽ സംഭവിക്കാറുണ്ട്. നമ്മൾ ഈ അബദ്ധങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം. സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റിംഗ് നമുക്ക് കയറ്റത്തേക്ക് നമ്മുടെ വാഹനം ഓടിച്ചു കയറുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് കഴിയണം. ഇത് കറക്റ്റ് ആയിട്ടുള്ള ടൈമിങ്ങിൽ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ബിഗിനേഴ്സിന് പലപ്പോഴും വാഹനം റോഡിൽ ഓഫ് ആകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വൈബ്രേഷനും കുലുക്കവും ഒക്കെ ഓരോ ഗിയർ ഇടുമ്പോൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ കയറ്റങ്ങളിലുള്ള ഗിയർ ഷിഫ്റ്റിംഗ് നിങ്ങൾക്ക് കൃത്യതയോടെ ചെയ്യാനും നിങ്ങൾ ചെയ്യുന്ന അബദ്ധങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുത്താൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാം. ഒപ്പം തന്നെ നമ്മൾ കാർ ഡ്രൈവിംഗ് പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പിൻ്റെ ഒക്കെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കയറ്റങ്ങളിലൂടെ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വാഹനം വർഷങ്ങളായിട്ട് ഓടിച്ച് പരിചയമുള്ള ഡ്രൈവേഴ്സ് ആയിക്കോട്ടെ, പല ആൾക്കാരും കയറ്റങ്ങളിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് വാഹനം ഓടിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ഒരു ബിഗിനറിനെ സംബന്ധിച്ച് കയറ്റങ്ങളിൽ കൃത്യമായിട്ട് അബദ്ധങ്ങൾ ഒരുപാട് വരാറുണ്ട്. ഈ അബദ്ധങ്ങൾ ഇങ്ങനെ കറക്റ്റായിട്ട് വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത്, ഒന്ന്, നമുക്കൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡ്രൈവ് കയറ്റത്തിൽ ലഭിക്കത്തില്ല. 2, നമ്മളുടെ വാഹനത്തിൻ്റെ ഗിയർ ബോക്സിന് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് വളരെയധികം ട്രാവൽ ചെയ്യുന്ന സമയത്ത് വളരെയധികം ബുദ്ധിമുട്ട് നമ്മൾ മുഖാന്തരം അവർക്കുണ്ടാകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പം ഞാൻ ഈ മിസ്റ്റേക്കുകൾ എന്തെല്ലാം എന്നുള്ളത് ഞാൻ നിങ്ങളെ ആദ്യം ഒന്ന് ഡ്രൈവ് ചെയ്ത് കാണിക്കാം. അതിനുശേഷം ഈ മിസ്റ്റേക്കുകൾ ഒഴിവാക്കാനായിട്ട് ഡ്രൈവിങ്ങിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങളെ കൃത്യമായിട്ട് കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. അതിന് ഞാൻ 2 ഉദാഹരണങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത്. ആദ്യം ഒരു കയറ്റത്ത് നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്ക് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ എൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ബ്രേക്കിലേക്ക് ആദ്യം കാല് വരുന്നു, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു, നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഞാൻ വാഹനം മെല്ലെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുകയാണ്. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് വാഹനം മെല്ലെ ഇത് ഈ ഒരു സൈഡിലേക്ക് എടുക്കുന്നു. നിങ്ങൾ നോക്കുക. ഓക്കെ, ഇനി ഞാൻ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു. വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി തേർഡ് ഗിയറിലേക്ക് ഇട്ടു. വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഫോർത്ത് ഗിയറിലേക്ക് ഇട്ടു. ഇപ്പം 4ാമത്തെ ഗിയറിൽ ഇങ്ങനെ വണ്ടി പോവാണ്. ഇങ്ങനെ പോകുന്ന സമയത്ത് തുടക്കക്കാർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്, ഇങ്ങനെ 4ാമത്തെ ഗിയറിൽ വരുന്ന സമയത്ത് ഒരു കയറ്റം കാണുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ, ഡയറക്റ്റ് 4ാമത്തെ ഗിയറിൽ നിന്ന് പെട്ടെന്ന് ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് ഇടും, ക്ലച്ച് നിന്ന് എടുക്കും. വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു ജെർക്ക് വന്ന് കണ്ടോ. അപ്പോൾ ജെർക്ക് വന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് വണ്ടി കയറിപ്പോകും. പക്ഷേങ്കിൽ ഉള്ളിലുണ്ടാകുന്ന ജെർക്ക് എന്ന് പറയുന്നത് വല്ലാത്തൊരു ജെർക്കായിരിക്കും. ഇത് 1ാമത്തെ മിസ്റ്റേക്ക്. ഇനി 2ാമത് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് സംഭവിക്കുന്ന അടുത്തൊരു മിസ്റ്റേക്കും കൂടെ ഞാൻ പറയാം. ഇത് നിങ്ങൾ ചെയ്യരുത് ഒരിക്കലും. ഇത് ഗിയർ ബോക്സിന് കംപ്ലൈൻ്റ് ആണ്. വാഹനത്തിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തന്നെ പിള്ളേരൊക്കെ വാഹനത്തിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അവർ തെറിച്ച് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് നമ്മൾ ഡ്രൈവിങ്ങിൽ നിർബന്ധമായിട്ട് ഒഴിവാക്കുക. ഇനി ഡ്രൈവിങ്ങിൽ അടുത്ത് വരുന്നൊരു മിസ്റ്റേക്ക് കാണിച്ചാൽ, ഇപ്പോൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു, വീണ്ടും ഞാൻ തേർഡ് ഗിയറിലേക്ക് ഇട്ട് ഇങ്ങനെ പോവാണ്. വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു. ഈ ഒരു മിസ്റ്റേക്ക് ഒരുപാട് ഡ്രൈവേഴ്സ് തന്നെ ചെയ്യാറുണ്ട്. അത് നമ്മൾ ഡ്രൈവിങ്ങിൽ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം. ഡ്രൈവിംഗ് പഠിക്കുന്നവർ നിർബന്ധമായിട്ട് ഇത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അതായത് ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഞാൻ ഇവിടുന്ന് ഫോർത്തിൽ നിന്ന് തേർഡ് ഗിയറിലേക്ക് ഡൗൺ ചെയ്ത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ഇവിടെ ഞാൻ ടേൺ ചെയ്യണം. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഞാൻ ഫോർത്ത് ഗിയറിൽ ഇങ്ങനെ പോവാണ്. വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി 4ാമത്തെ ഗിയറിലേക്ക് ഇട്ടു. ഇപ്പോൾ ഇവിടെ ഒരു കയറ്റം തുടങ്ങുകയാണ്. നിങ്ങൾ നോക്കുക, എൻ്റെ വണ്ടി 4ാമത്തെ ഗിയറിൽ ഇപ്പോൾ കയറി ഇങ്ങനെ വരുന്നു. വണ്ടിക്ക് വൈബ്രേഷൻ ലെവൽ കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, തേർഡിലേക്ക് ഇട്ടു. എന്നിട്ട് ക്ലച്ചേ നയിച്ചു, ഒന്ന് വൈബ്രേറ്റ് ചെയ്തിട്ടാണ് വീണ്ടും വണ്ടി കയറുന്നത്. വീണ്ടും വൈബ്രേഷൻ ലെവൽ നന്നായിട്ട് കൂടി ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഇട്ടു. അതായത് വണ്ടി അങ്ങ് ഓഫ് ആകുന്ന പരുവത്തിലേക്ക്, അല്ലെങ്കിൽ വൈബ്രേഷൻ അടിപ്പ് കൂടി ആ ഗിയർ പോകുന്നില്ലെന്ന് തോന്നിയപ്പോൾ ഞാൻ സെക്കൻഡ് ഗിയർ കൊടുത്തു. ഇത് ഒരുപാട് ഡ്രൈവേഴ്സ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്.
ഞാനിപ്പോൾ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ച ഡ്രൈവിംഗ് മിസ്റ്റേക്കുകൾ, ഒന്ന് തുടക്കക്കാർ ഡ്രൈവിങ്ങിൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു അബദ്ധം മിസ്റ്റേക്കാണ് ഞാൻ നിങ്ങളെ ആദ്യം കാണിച്ചത്. അതായത് ഫസ്റ്റ് ഗിയറിലേക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്ത ആ ഒരു മെത്തേഡ്. രണ്ടാമത്, വാഹനം വർഷങ്ങളായിട്ട് ഓടിക്കുന്നവർ ഡ്രൈവ് ചെയ്ത് പോകുന്നതിനിടയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലം കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതായത് ഒരു ഗിയറിൽ വാഹനം ഇങ്ങനെ പോകുന്നു, അതായത് ഒരു ഫോർത്ത് ഗിയറിൽ ഇങ്ങനെ വാഹനം പോകുന്നു, മുന്നിൽ ഒരു കയറ്റം കാണുന്നു. കയറ്റം കാണുമ്പോൾ എന്ത് ചെയ്യും? പരമാവധി നാലാമത്തെ ഗിയറിലേക്ക് അങ്ങോട്ട് വരും. കയറ്റം കയറുന്ന സമയത്ത് വാഹനം നാലാമത്തെ ഗിയറിൽ കയറുന്നില്ല എന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യും? ക്ലച്ച് പിടിച്ച് തേടിടും. അപ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിലൊരു വൈബ്രേഷൻ വല്ലാത്ത രീതിയിൽ ഉണ്ടാകുമ്പോഴായിരിക്കും തേർഡ് ഗിയറിലേക്ക് ഇടുന്നത്. മനസ്സിലായോ? എന്നിട്ട് തേർഡ് ഗിയറിൽ നിന്ന് ഇട്ടിട്ട് ക്ലച്ച് നിന്ന് കാലയച്ച് ആക്സിലറേഷൻ കൊടുക്കുമ്പോഴും എന്ത് ചെയ്യും? തേർഡ് ഗിയറിൽ വണ്ടിയെ വലിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ക്ലച്ച് അയച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജെർക്ക്, പിന്നെ ഒരു വിധത്തിൽ തേർഡ് ഗിയറിൽ ആക്സിലറേഷൻ കൊടുത്ത് കയറ്റം കയറി തുടങ്ങും. കയറി കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? വാഹനം വീണ്ടും കയറാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോൾ വാഹനത്തിനുള്ളിൽ വൈബ്രേഷൻ ലെവൽ വരും. ആ സമയത്ത് എന്ത് ചെയ്യും? വീണ്ടും തേർഡ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക്, തേർഡിലാണ് വരുന്നതെങ്കിൽ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടിട്ട് ക്ലച്ച് ചെയ്യാനായിരിക്കും. ആ സമയത്തും വാഹനത്തിനുള്ളിൽ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോഴും ആ ഗിയർ ഇടുന്ന സമയത്ത് ഉണ്ടാകുന്ന ജെർക്കും വാഹനത്തിനുള്ളിൽ വല്ലാതെ നിൽക്കും. വീണ്ടും സെക്കൻഡിലും കയറുന്നില്ല എന്ന് തോന്നുന്ന സമയത്ത് വാഹനത്തിനുള്ളിൽ ജെർക്ക് കൂടി വാഹനം ഓഫ് ആകുന്ന പരിവാകുമ്പോൾ എന്ത് ചെയ്യും? വീണ്ടും ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഈ മെത്തേഡിൽ ഒരു കാരണവശാലും ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യരുത്. ഇത് നമ്മൾ വണ്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമാണ്. കാരണം വണ്ടിയെ വിറപ്പിച്ചിട്ടാണ് ഗിയർ ഡൗൺ ചെയ്യുന്നത്. വാഹനത്തിന് വിറയിൽ വരിക എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ ഉള്ളിലുള്ള ഒരുപാട് പാർട്സുകൾക്ക് കംപ്ലൈൻറ്റ് വരും. മനസ്സിലായോ? അതോടൊപ്പം തന്നെ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ട് നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകും. കാരണം അവരും വാഹനത്തിൻ്റെ ഉള്ളിലിരുന്ന് അവരുടെ ആ ഒരു കംഫർട്ട് ലെവൽ നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റിംഗ് കയറ്റത്ത് നമുക്ക് ചെയ്യാനായിട്ട് കഴിയണം. അവിടെ ഒരു കാരണവശാലും ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാൻ പാടില്ല, ഡയറക്റ്റ് സെക്കൻഡും കൊടുക്കാനായിട്ട് പാടില്ല. എന്നാൽ കയറ്റം കയറുന്ന സമയത്ത് ഫസ്റ്റും സെക്കൻഡും നമുക്ക് കൊടുത്തേ പറ്റൂ. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ മുന്നിലായിട്ട് ഒരു കയറ്റമുണ്ട്. നിങ്ങൾ നോക്കിയേ, ഫസ്റ്റ് ഗിയറിൽ കൊടുത്ത് ഞാൻ വാഹനം മെല്ലെ എടുക്കുകയാണ്. ചെറിയൊരു ഇറക്കമാണ്. അതുകൊണ്ട് ജസ്റ്റ് ബ്രേക്കിൽ നിന്ന് റിലീസ് ചെയ്ത വണ്ടി ഉരുണ്ടു. സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്നു, വീണ്ടും ക്ലച്ച് പിടിച്ച് ഞാൻ തേർഡ് ഗിയറിലേക്ക് ഇട്ടു. മൂന്നാമത്തെ ഗിയറിൽ എൻ്റെ വണ്ടി പോകണം, എൻ്റെ കാല് ബ്രേക്കിലുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കിയാൽ തേർഡ് ഗിയറിൽ എൻ്റെ വാഹനം ഇങ്ങനെ പോകുന്നു. വീണ്ടും ഒരു ഇത്തിരി മൂവ്മെൻറ്റ്സ് നൽകിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. നാലാമത്തെ ഗിയറിൽ ഇങ്ങനെ പോവാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒരു വളവ് വന്നു. ഞാൻ നേരത്തെ ക്ലച്ച് പിടിച്ച് തേടിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യാണ്. കാരണം നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡ്രൈവിന് ഇനി ഈ വളവിൽ ഫോർത്ത് ഗിയർ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഞാൻ അഡ്വാൻസ് തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി റോഡ് സ്ട്രെയിറ്റ് ആയപ്പോൾ എന്ത് ചെയ്യുന്നു? വീണ്ടും ഞാൻ ഫോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. നിങ്ങൾ നോക്കിയാൽ നാലാമത്തെ ഗിയറിലേക്ക് ഇടുന്നു. ഇനി വീണ്ടും ഇവിടെ ഒരു വളവ് വരികയാണ്. അപ്പോൾ ആ വളവ് കണ്ടപ്പോൾ എന്ത് ചെയ്തു? കുറച്ച് നേരത്തെ ബ്രേക്കിലേക്ക് വന്ന് ക്ലച്ച് പിടിച്ച് തേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തു. അപ്പം ഫോർത്തിൽ പോകാനായിട്ടുള്ള ഒരു മടി വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? നേരത്തെ ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പം നിങ്ങൾ കയറ്റങ്ങളിൽ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ തേർഡ് ഗിയറിൽ പോകുന്ന സമയത്ത് ഇവിടെ വാഹനം ഒരു കയറ്റത്തിലേക്ക് കയറാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഈ കയറ്റം കയറാനായിട്ട് തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? നമ്മൾ പതിയെ തേർഡ് ഗിയറിൽ ഇങ്ങനെ കയറി വരുന്നു. വലിയ കുഴപ്പമില്ലാതെ വാഹനം തേർഡ് ഗിയറിൽ ഇങ്ങനെ കയറി പോവുകയാണ്. കയറി പോകുന്നില്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അത് കാലയിൽ അറിയാനായിട്ട് കഴിയും. ഇപ്പം വണ്ടി ഇത്തിരി മടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ നേരത്തെ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് ക്ലച്ച് റിലീസ് ചെയ്തു. മനസ്സിലായോ? അതായത് വാഹനത്തെ ഒരുപാട് മടുപ്പിക്കാതെ കുറച്ചും കൂടെ നേരത്തെ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് ക്ലച്ച് റിലീസ് ചെയ്തപ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ജെർക്ക് ഉണ്ടായില്ല. ഗിയർ ഡൗൺ ചെയ്ത് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത സമയത്ത് എന്ത് ചെയ്തു? വണ്ടിക്കുള്ളിലും ജെർക്ക് ഉണ്ടായില്ല. അപ്പോൾ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരന് ഒരു തരത്തിലുള്ള പ്രശ്നവും വരത്തില്ല. പക്ഷേങ്കിൽ വാഹനത്തിനെ വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. ഇപ്പം നിങ്ങളെ വീണ്ടും ഞാനതൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോവാണ്. വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഞാൻ തേർഡ് ഗിയറിലേക്ക് ഇട്ടു. തേർഡ് ഗിയറിലിട്ട് കാല് കൊടുത്ത് ഇങ്ങനെ കയറുന്ന കയറ്റമാണ്. വാഹനം കയറത്തില്ലെന്ന് തോന്നി കുറച്ച് നേരത്തെ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തപ്പോൾ വണ്ടി സ്മൂത്തായി. വീണ്ടും കയറ്റം കയറാൻ മടി കാണും എന്ന് നേരത്തെ മനസ്സിലാക്കിയിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തപ്പോൾ വാഹനം കുറെ കൂടെ നന്നായിട്ട് ഈ കയറ്റത്ത് കയറുന്നുണ്ട്. കണ്ടോ? അപ്പം നിങ്ങൾ കയറ്റങ്ങളിൽ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, കയറ്റങ്ങളിൽ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ഡയറക്റ്റ് സെക്കൻഡ് ഗിയറിലേക്കോ ഫസ്റ്റ് ഗിയറിലേക്കോ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യരുത്. ഗിയർ ക്രമത്തിൽ ഡൗൺ ചെയ്ത് ഫോർത്തിൽ നിന്ന് തേർഡിലേക്ക് ആദ്യം വരിക. തേർഡിൽ കയറുന്നില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സെക്കൻഡ് ഗിയറിലേക്ക് വരിക. സെക്കൻഡിലും കയറുന്നില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാവുള്ളൂ. ഇത് ഇടുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, വാഹനം മടുത്തതിന് ശേഷം ഗിയർ ഡൗൺ ചെയ്യാതെ അഡ്വാൻസ് ഡൗൺ ചെയ്ത് ക്രമത്തിൽ
ഡൗൺ ചെയ്ത് ഫസ്റ്റ് ഗിയറിലേക്ക് വരാനായിട്ട് ശ്രമിക്കണം. ഇനി നമുക്ക് ചില സാഹചര്യങ്ങളിൽ മറ്റെല്ലാ ഗിയറിൽ നിന്നും സ്കിപ്പ് ചെയ്ത് ഡയറക്റ്റ് ഫസ്റ്റിലേക്ക് വരേണ്ട സിറ്റുവേഷൻ വരും. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വാഹനത്തിൻ്റെ വേഗത പൂർണ്ണമായിട്ട് നിന്നതിന് ശേഷം മാത്രമേ ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കുകയുള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറയാം, നമ്മളൊരു ഫോർത്ത് ഗിയറിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് മുന്നിൽ നമുക്ക് പെട്ടെന്ന് നല്ല രീതിയിലുള്ള ഒരു കയറ്റം കണ്ടു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ നമ്മുടെ വണ്ടി പെട്ടെന്ന് സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുവാണ്. അതായത് പെട്ടെന്ന് ക്ലച്ചിലേക്കും ബ്രേക്കിലേക്കും വന്ന് നമ്മളുടെ വാഹനത്തിൻ്റെ വേഗതയെ സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ലച്ചിലേക്കും ബ്രേക്കിലേക്കും വന്ന് വണ്ടിയെ സ്ലോ ചെയ്ത് വണ്ടിയുടെ റണ്ണിങ് പൂർണ്ണമായിട്ട് നിന്നതിന് ശേഷം ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് ക്ലച്ച് റിലീസ് ചെയ്ത് പതിയെ ആക്സിലറേഷൻ കൊടുത്തെടുത്തു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഉള്ളിൽ ജെർക്കുണ്ടാകത്തില്ല, ഗിയർ ഇടുന്നത് കറക്റ്റ് ആയിരിക്കും. ഈ മെത്തേഡിൽ മാത്രമേ നിങ്ങൾ ഫസ്റ്റ് ഗിയർ ഷിഫ്റ്റ് ചെയ്യാവുള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും ഓടുന്ന വണ്ടിയിൽ ഡയറക്റ്റ് ഒന്നാമത്തെ ഗിയറിലേക്കോ രണ്ടാമത്തെ ഗിയറിലേക്കോ നല്ല വേഗത്തിൽ പോകുമ്പോൾ ഇട്ട് കൊടുക്കരുത്, ജെർക്ക് വരും. കയറ്റങ്ങൾ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? നമ്മളൊരു ഫോർത്തിലാണ് വരുന്നതെങ്കിൽ ആദ്യം തേർഡ് കൊടുക്കുക, തേർഡിൽ കയറുന്നില്ലെന്ന് തോന്നിയാൽ സെക്കൻഡ് കൊടുക്കുക, സെക്കൻഡിൽ കയറുന്നില്ലെന്ന് തോന്നിയാൽ ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണ്? കുറച്ച് നേരത്തെ ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കണം. ഓരോ ഗിയറും കുറച്ച് നേരത്തെ അഡ്വാൻസ് ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ ജെർക്ക് വരത്തില്ല. ഗിയർ ഇട്ടിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഉള്ളിൽ ജെർക്ക് വരത്തില്ല. സ്മൂത്ത് ആയിട്ടുള്ള ഗിയർ ഇടാം. നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ലാതെ സ്മൂത്ത് ആയിട്ടുള്ള ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും. ഇത് നമ്മളുടെ വാഹനത്തിൻ്റെ സേഫ്റ്റിക്ക് നല്ലതാണ്. മറ്റു പാർട്സുകൾക്ക് കംപ്ലൈൻറ്റ് വരാതിരിക്കാനായിട്ട് ഈ ഒരു കാര്യം നമ്മൾ ഡ്രൈവിങ്ങിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കും. ഒപ്പം തന്നെ നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ സപ്പോർട്ട് തരുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.